ഓക്കെ. 2024 SSC GD എക്സാം നടക്കുന്നത് 2025-ലാണ്. 25 ഫെബ്രുവരി മാസത്തിലാണ്. ഫെബ്രുവരി 4-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പരീക്ഷ മാർച്ച് മാസം വരെ ഉണ്ടായിരുന്നു. ഏകദേശം 53 ഷിഫ്റ്റാണ് ഉണ്ടായിരുന്നത്. ഈ 53 ഷിഫ്റ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട മാത്സിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? ഒന്നാമത്തെ ഷിഫ്റ്റിലെ ഫെബ്രുവരി 4 രാവിലെ നടന്നിട്ടില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും അല്ലെ, ആ ഷിഫ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്കറിയാം 20 ചോദ്യങ്ങളാണ് മാത്സിൽ ഒരു ഷിഫ്റ്റിലുള്ളത്. അതിലുള്ള വേണ്ടാത്ത ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു മോഡറേറ്റ് ലെവൽ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും സമയം എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ട്, നിങ്ങളത് എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിന്റെ ഭാഗമാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറന്നു പോകാണ്ടിരിക്കുക. അതുപോലെ ഈ വീഡിയോന്റെ അടിയിൽ കമന്റിലായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെയും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ദിശ അക്കാദമിനെ പറ്റിയും കൂടെ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മൾ വർഷങ്ങളായിട്ട് SSC GD പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ലിസ്റ്റിലേക്ക് എത്തിക്കാനും ജോലിയിലേക്ക് എത്തിക്കാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളെ നമുക്ക് അങ്ങനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണ നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. യൂട്യൂബിൽ എന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അറിയാം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കോഴ്സസിലും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു ഇതിൽ കാണുന്ന പോലെ, സ്ലൈഡിൽ കാണുന്നത് പോലെ ഇനി ഒരു അവസരം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡിസംബർ കഴിഞ്ഞാൽ നമുക്കൊരു ചാൻസ് ഇല്ല. അപ്പോൾ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ദിശ അക്കാദമിന്റെ ഭാഗമായി മാറുക, പഠിക്കുക എന്നുള്ളതല്ലോ. വേറെ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ പഠിക്കുക, റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക. ഓക്കെ, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ചിലർക്ക് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്നിട്ട് ഞാൻ അതിന്റെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുക. വെറുതെ നിങ്ങൾ സൊല്യൂഷൻ അല്ല പഠിക്കേണ്ടത്, ക്വസ്റ്റ്യന്റെ അർത്ഥമാണ് സത്യത്തിൽ പഠിക്കേണ്ടത്. ഓക്കെ, അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതാണോ കുറച്ചും കൂടെ ബെറ്റർ മെത്തേഡ് നോക്കുക. ആണെങ്കിൽ ആ മെത്തേഡ് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഈ സീരീസിൽ ചെയ്താൽ നിങ്ങൾക്ക് സ്കോറിൽ കാര്യമായ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അവിടുന്ന് ഇവിടുന്ന് റാൻഡമായി ക്വസ്റ്റ്യൻസ് എടുക്കാം. നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തന്നാൽ മാത്രം മതി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. ഡിറ്റർമിൻ ദ ലാർജസ്റ്റ് 4-digit നമ്പർ. ലാർജസ്റ്റ് 4-digit, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതിന്റെ പ്രത്യേകത എന്തായിരിക്കണം? ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 15, 25, 40 ആൻഡ് 75. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ കണ്ടുപിടിക്കേണ്ടത്. 4 അക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാ? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എത്രയാ? 9999. പക്ഷെ ആ നമ്പർ അല്ല വേണ്ടത്. ഈ പറയുന്ന നമ്പറിനെ 15 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 25 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 40 കൊണ്ട് ഹരിക്കാൻ പറ്റണം, 75 കൊണ്ട് ഹരിക്കാൻ പറ്റണം. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ പഠിച്ചു വെച്ച് എന്തെങ്കിലും മെത്തേഡ്സ് ഒക്കെ എടുക്കാൻ പോവരുത്. എടാ നോക്ക്, 40 കൊണ്ട് ഹരിക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ 0-ൽ അവസാനിക്കുന്ന നമ്പറിനെ നമുക്ക് 40 കൊണ്ട് കൃത്യമായി ഹരിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇഷ്ടം വരും. അപ്പൊ 0-ൽ അവസാനിക്കാത്ത ഇവനും ആൻസർ അല്ല. പിന്നെ 2 ആൾക്കാരല്ലേ ഉള്ളൂ. ഈ 2 ആൾക്കാരെ നോക്ക് നിങ്ങൾ. എടാ ഇതിന്റെ അകത്ത് ആര് വേണം? 15 ഉണ്ടാവണം, 25 ഉണ്ടാവണം. 25, ഒരു നമ്പറിൽ 25 ഉണ്ടോ എന്ന് എങ്ങനെയാ നിങ്ങൾ നോക്കുക? ഒരു നമ്പറിൽ 25 ഉണ്ടാവണമെങ്കിൽ അത് 25-ൽ അവസാനിക്കണം, 50-ൽ അവസാനിക്കണം, 75-ൽ അവസാനിക്കണം, 100-ൽ അവസാനിക്കണം. വേറെ ഒരു നമ്പറിനും എന്തില്ല? 25 ഉണ്ടാവില്ല. അപ്പൊ ഇത് 60-ലല്ലേ അവസാനിക്കുന്നത്, ഇതിൽ 25 ഇല്ല. അപ്പൊ ആരാ ആൻസർ? ഡി ആയിരിക്കും ആൻസർ. എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട, നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലും 40 ഇല്ല, ഇതില് എന്തില്ല? 25 ഇല്ല. ആകെ അപ്പൊ ആരാ ആൻസർ? 9600 ആണ് ആൻസർ. സിമ്പിൾ ആണ്. അങ്ങനെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ട് ഇതില്. എന്നാൽ ചിലപ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ LCM എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് പറ്റുന്നില്ലെങ്കിലേ LCM-ലേക്കൊക്കെ പോവാവുള്ളൂ. ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. യെസ്, വായിച്ചു നോക്കിയേ. ഓക്കെ, എന്താ പറയുന്നത്? വിപുൽ ഇൻവെസ്റ്റ് എ സം ഓഫ് 5400 ആൻഡ് വിജയ് ഇൻവെസ്റ്റ് എ സം ഓഫ് 9400 അറ്റ് ദ സെയിം റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വിപുലും ഉണ്ട്, അതുപോലെ തന്നെ വിജയും ഉണ്ട്. രണ്ടുപേരും ഒരേ റേറ്റിൽ അല്ലെങ്കിൽ ഒരേ നിരക്കിൽ എന്ത് ചെയ്തു? പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ഏതൊക്കെയാ പൈസ? 5400-ഉം 9400-ഉം. ശരി, എന്നിട്ട് എന്താ സംഭവിച്ചത്? വിജയ്ക്ക് 5 വർഷം കഴിഞ്ഞപ്പോ, അറ്റ് ദ എൻഡ് ഓഫ് 5 years,
5 വർഷം കഴിഞ്ഞപ്പോ വിജയ്ക്ക് എന്ത് ചെയ്തു? 840 രൂപ അധികമായി കിട്ടി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ റേറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. എടാ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്തിനാണ്? ഓക്കെ, ഇത് ചെയ്യാൻ പല പല വഴികളുണ്ട്. നിങ്ങൾ തൽക്കാലം സമാധാനമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നോക്ക്, വിജയും ഉണ്ട്, വിപുലും ഉണ്ട്. വിപുൽ എത്രയാ? 5400 രൂപയും വിജയ് എത്രയാ? 9400 രൂപയും ചെലവാക്കി, മീൻസ് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോ ഈ വിജയ്ക്ക് എന്ത് ചെയ്തു? 5 വർഷത്തിൽ 840 രൂപ അധികമായി കിട്ടി. എന്തുകൊണ്ടാണ് 840 രൂപ അധികമായി കിട്ടിയത്? ഇവൻ കുറച്ച് പൈസ ഇവനേക്കാളും അധികം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര രൂപ അധികം ഇൻവെസ്റ്റ് ചെയ്തത്? 5000 രൂപ. 5000 രൂപയല്ല, 4000 രൂപ. 4000 രൂപ അധികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 4000 രൂപയാണ് ഈ 840 രൂപ ഉണ്ടാക്കിയത്. അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. എടാ, ഇയാളും 5400 ഇൻവെസ്റ്റ് ചെയ്തു, ഇയാളും 5400 ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് രണ്ടുപേർക്കും ഒരേ പലിശയെ കിട്ടുള്ളൂ. എന്തുകൊണ്ട് ഇയാൾക്ക് കൂടുതൽ പലിശ കിട്ടി? ഇയാൾ കുറച്ച് പൈസ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആ എക്സ്ട്രാ ഉള്ള 4000 രൂപയാണ് 840 രൂപ എന്ന് പറയുന്ന ഒരു പൈസ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. നമുക്ക് 5 വർഷത്തെ പലിശ അല്ലല്ലോ വേണ്ടത്, ഒരു വർഷത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്ര ശതമാനം എന്നാ. അപ്പൊ 5 വർഷത്തിൽ 840, ഒരു വർഷം എത്ര രൂപ കിട്ടും നോക്കിയേ? 840/5 എത്രടാ കിട്ടുക? 168, 168 എന്ന് കിട്ടും. അപ്പൊ 168 രൂപയാണ് ഒരു വർഷത്തേക്കുള്ള പലിശ എന്ന് പറയുന്നത്. അതിന്റെ ശതമാനം കണ്ടുപിടിക്കുക എങ്ങനെയാ? 4000 രൂപ ഇട്ടാൽ 168 രൂപ പലിശ ഉണ്ടാക്കാൻ പറ്റും. ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്കിത് കട്ടായി പോവും. 168/40, 168ന്റെ പകുതി 84ന്റെ പകുതി 42ന് പോയിന്റ് ഇട്ടാല് 4.2 എന്ന് കിട്ടും. അപ്പൊ 4.2% ആണ് അവിടെ എന്ത് വരിക? ആൻസർ വരിക. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. എക്സ്ട്രാ ആയിട്ട് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തത് 4000 രൂപയാണ്. ആ 4000 രൂപ ഒരു വർഷം ഉണ്ടാക്കിയത് 168 രൂപയാണ്. ഇൻറ്റു 100 ചെയ്ത ആൻസർ ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ സിമ്പിൾ ആയി മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ട് ഇവൻ അധികമായി പൈസ കിട്ടി? ഇവൻ അധികമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട്. യെസ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആയി ഫീൽ ചെയ്യുമെങ്കിലും വളരെ ഡയറക്റ്റ് ആയി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ശരി, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നോക്കണേ, അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമൺ ഇൻട്രസ്റ്റ് എന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു വായിച്ചേ. ഇഫ് അറ്റ് സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് in 2 years simple interest is 42 and compound interest is 51, then what is the principle? ശ്രദ്ധിക്കണേ, ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലായിക്കോ. നിങ്ങൾ വിചാരിക്കുക 2 ബാങ്ക് ഉണ്ടാ. ഓക്കെ, 2 ബാങ്ക് ഉണ്ട്. ഈ ബാങ്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബാങ്ക് ആണ്, ഈ ബാങ്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ബാങ്ക് ആണ്. ഓക്കെ, ഒരാള് ഒരു പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അതേ പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോ ഇയാൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ പലിശ എത്ര രൂപ കിട്ടി? 51 രൂപ കിട്ടി. ഇവിടെയോ 42 രൂപയാണ് 2 വർഷത്തിന് ശേഷം കിട്ടിയത്. 2 ഇയേഴ്സ് കേട്ടോ, ഇൻ 2 ഇയേഴ്സ്. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടുതൽ പലിശ കൊടുക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ് കുറച്ച് പലിശയെ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? ഇയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഇല്ലേ, ആ പൈസ എത്രയാന്നാ ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്നാണ്. ഒന്ന് ശ്രദ്ധിച്ചോണേടാ. ഇതാ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് 2 ഇയറിലേക്ക് എത്രയാ വന്നത്? 42 രൂപ എന്നല്ലേ. അപ്പൊ ഒരു ഇയറിൽ എത്രയായിരിക്കും? 21 രൂപയായിരിക്കും. ഓക്കെ, എന്നാലേ 2 വർഷത്തിൽ 42 ആവുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റിൽ മാത്രമേ അത് പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താ പറയുന്നത്? ആദ്യത്തെ വർഷം 21 രൂപ, അടുത്ത വർഷം 21 രൂപ. അങ്ങനെയാണ് 42 ആയത്. ആദ്യം ഒരു വലിയ പൈസ ഉണ്ട്, ആദ്യം ഒരു വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അതിന്റെ എത്രയോ ശതമാനമാണ് 21. അതാണ് ആദ്യത്തെ വർഷം. രണ്ടാമത്തെ വർഷവും അത് തന്നെ 21. മൂന്നാമത്തെ വർഷം എത്ര തന്നെ വരും? 21 തന്നെ വരും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? പലിശ കൂടിക്കൊണ്ടിരിക്കുക. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഒരു എക്സ് എന്ന് പറയുന്ന ഒരു പൈസ ഇട്ടു. ഓക്കെ, ആദ്യത്തെ വർഷം അത് തന്നെ എന്ത് തന്നെയാണ് ഉണ്ടാക്കുക? 21 തന്നെ ഉണ്ടാക്കുക. ഓക്കെ, രണ്ടാമത്തെ വർഷം അത് 21 ഉണ്ടാക്കും, ഇവന്റെ പലിശയും കൂടെ ഉണ്ടാക്കും. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ വേറൊരു ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം.
നോക്കണം, ഞാൻ 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, എന്റെ പലിശ എന്ന് പറയുന്നത് 10%. യെസ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിൽ എന്താ സംഭവിക്കുക എന്ന് പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ആദ്യത്തെ വർഷം നമ്മൾ 10 രൂപ കൊടുക്കണം. 100ന്റെ 10% 10 രൂപ. രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യണം? 10 രൂപ കൊടുക്കണം. 100ന്റെ 10% 10 രൂപ. അപ്പൊ ടോട്ടൽ എത്രയായി? 20 രൂപയായി. എന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വർഷം എന്ത് ചെയ്യണം? 100ന്റെ 10% 10 രൂപ കൊടുക്കണം. അടുത്ത വർഷം നിങ്ങൾ ആലോചിക്കേണ്ടതേ, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഏതൊക്കെ പൈസ ഉണ്ട്? ഈ 100 രൂപ നമ്മൾ കടം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആദ്യത്തെ വർഷത്തെ ഈ 10 രൂപയില്ലേ, അത് നമ്മൾ കൊടുത്തിട്ടില്ല, അതും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇവർക്ക് ഇതിന്റെ രണ്ടിന്റെയും പലിശ കൊടുക്കണം. അതായത് 100 രൂപേന്റെ 10% 10ഉം ഈ 10 രൂപേന്റെ 10% 1ഉം ഇത്രയും കൊടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ എത്ര കൊടുക്കണം? 21 കൊടുക്കേണ്ടി വരും. ഇവിടെ 20 കൊടുക്കുന്ന സമയത്ത് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം? 21 കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് പലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചോണേ, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ആദ്യത്തെ വർഷം 21 എത്രയായി? ആദ്യത്തെ വർഷം നമുക്ക് എത്ര പലിശ കിട്ടി? 21 കിട്ടി. അടുത്ത വർഷം പലിശ 21 കിട്ടി. സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഇട്ടു. ആദ്യത്തെ വർഷം 21 തന്നെയായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ വർഷം 21 ഉണ്ടാവും. പിന്നെ ഈ ഒരു പൈസന്റെ പലിശയും കൂടെ ഉണ്ടാവും. ടോട്ടൽ നമ്മളോട് എത്രയാ പറഞ്ഞിരിക്കുന്നത്? 51 എന്നാ പറഞ്ഞത്. ഓക്കെ, നോക്കടാ, 2 വർഷത്തിൽ 42ന് പകരം എത്രയുണ്ട്? 51 ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 9 രൂപ കൂടുതലുണ്ട്. ആ 9 രൂപയാണ് പലിശ. 9 രൂപയാണ് ആരുടെ പലിശ? 21ന്റെ പലിശ. അപ്പൊ അവിടെ നമുക്ക് റേറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കോ, 21 രൂപേന്റെ പലിശ 9 രൂപയാണ്. ഇതാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോ നമുക്ക് അവിടെ നിന്ന് റേറ്റ് കിട്ടി. എങ്ങനെയാ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ? 3/7 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് റേറ്റ് കിട്ടി 3/7. നോക്കിക്കോ, നമ്മളിവിടെ എന്താ ചെയ്തിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാ? 42. അതായത് 21. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാ? 50. എത്രയാ? നമ്മൾ 51. അപ്പൊ 21 ഉണ്ട്. എക്സ്ട്രാ വന്ന ഒരു 9 കൂടെ ഉണ്ട്. അപ്പൊ ഈ 9 എന്താ? ഇവന്റെ പലിശയാണ്. അപ്പൊ അവിടെ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, നിരക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 21 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് 9 രൂപയെ പലിശ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ സിംപ്ലസ്റ്റ് വാല്യൂ എത്ര കിട്ടും? 3/7. അതായത് നമ്മുടെ പൈസ 7 രൂപയാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 7 രൂപയാണെങ്കിൽ നമുക്ക് 3 രൂപയാണ് അവിടെ ഇൻട്രസ്റ്റ് ആയി തിരിച്ചു കിട്ടുക. നിങ്ങൾ പറ, ഇവിടെ ഒരു വർഷത്തിൽ 21 രൂപയല്ലേ കിട്ടുന്നത്, 3 രൂപയല്ലല്ലോ. അപ്പൊ നമുക്കറിയാം 3ന്റെ സ്ഥാനത്ത് 21 ഉള്ളത്. അപ്പൊ 7ന്റെ സ്ഥാനത്ത് ആരായിരിക്കുന്ന ചോദ്യം? 3 × 7 ആണ് 21. അപ്പൊ 7 × 7 എത്രയായിരിക്കും? 49 ആയിരിക്കും. ഇതാണ് ഐഡിയ. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ആദ്യം റേറ്റ് കണ്ടുപിടിക്കണം. ഒരവസരം കൂടെ, ഒറ്റ തവണയും കൂടെ ആദ്യം നമ്മൾ റേറ്റ് കണ്ടുപിടിക്കണം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായ എന്താ? 21 രൂപ നമ്മൾ അവിടെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 9 രൂപ പലിശ കൊടുക്കണം. ആ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമ്മൾ എടുത്തതാണ് ഇത്. ഓക്കെ, അതായത് 3/7. 7 രൂപ നമ്മൾ കൊടുത്താൽ ഒരു വർഷത്തിൽ എത്ര രൂപ കിട്ടും? 3 രൂപ കിട്ടും. പക്ഷെ ഒരു വർഷത്തിൽ 3 ആണോ കിട്ടുക? അല്ല, 21 കിട്ടുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ 7ന്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? 3 × 7 ആണ് 21. അപ്പൊ 7 × 7 49 ആയിരിക്കും. യെസ്. അപ്പൊ ആ റേറ്റ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ടാസ്ക്. ശരി, അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ഒന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഒരു പൈസ, ഒരു വലിയൊരു പൈസ ഉണ്ട്. ആ പൈസ ഞാൻ 2 വർഷത്തേക്ക് ഇട്ടപ്പോ അത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 200 രൂപയായി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അത് 210 രൂപയായി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ റേറ്റ് എത്രയാന്ന് ചോദിച്ചു. അവിടുത്തെ നിരക്ക്, അവിടുത്തെ റേറ്റ് എത്രയാന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2 വർഷത്തിലല്ലേ 200. അപ്പൊ ആദ്യത്തെ വർഷം 100, അടുത്ത വർഷം 100. ഇവിടെയോ ആദ്യത്തെ വർഷം 100, അടുത്ത വർഷം 100 തന്നെയാണ്. പക്ഷെ ഒരു 10 രൂപ അധികം ഉണ്ട്. അത് ആരുടെയാ? ഇവന്റെ പലിശയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഈ 100 രൂപയ്ക്ക് 10 രൂപ പലിശ ഉണ്ട്. 100 രൂപയ്ക്ക് 10 രൂപ പലിശയുണ്ട്. അല്ലെങ്കിൽ 1/10 ആണ് റേറ്റ്. 10 രൂപ കൊടുത്താൽ 1 രൂപ ഓരോ വർഷം കിട്ടും. അപ്പൊ അങ്ങനെ റേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. ഒന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, യെസ്. നമ്മൾ പഠിച്ചിട്ടുള്ള, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മൾ കഴിഞ്ഞ ലൈവിൽ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ആൻസർ പറയാൻ വേണ്ടി ശ്രമിക്കുക. സിമ്പിൾ ആണ് കേട്ടോ. എ മാൻ ഗോസ് ടു അഹമ്മദാബാദ് ഫ്രം കൊൽക്കത്ത അറ്റ് സ്പീഡ് ഓഫ് 9. അങ്ങോട്ട് പോകുന്ന 9. ആൻഡ് റിട്ടേൺസ് ടു കൊൽക്കത്ത അറ്റ് 18. അങ്ങോട്ട് 9 പോയി തിരിച്ച് 18 വന്നു.
ആവറേജ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചത്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ടല്ലോ, 2s1s2 ഡിവൈഡഡ് ബൈ s1 പ്ലസ് s2. എത്രടാ? 9ഉം 18ഉം അല്ലേ? 2 ഇൻറ്റു 9 ഇൻറ്റു 18 ബൈ 9 പ്ലസ് 18 27. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നറിയാമോ? ഇത് മൊത്തം കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത്. മുകളിലും താഴെയുള്ള കട്ട് ചെയ്യാൻ ശ്രമിക്കണം. 9 27 3 6 12. അപ്പൊ ആൻസർ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. നമ്മൾ കുറച്ചും കൂടെ കാഷ്വൽ ആവണം. നമ്മൾ അതിങ്ങനെ സില്ലി ആയിട്ട് നമ്മൾ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു മടിയോടെ അങ്ങ് മാനേജ് ചെയ്യണം. മൊത്തം ഗുണിച്ച് കണ്ടുപിടിക്കാനൊന്നും നിൽക്കരുത്. റൈറ്റ്, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു സെൻസ് മടി കാണിക്കണം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യരുത് എന്നല്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നത് മിനിമൽ ആയിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, വേറൊന്നിലേക്ക് പോവാം. യെസ്, ഒന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയടാ, ക്വസ്റ്റ്യൻ വായിച്ചേ. എന്താ പറയുന്നത്? ദ HCF ഓഫ് 2 numbers ഈസ് 11. 2 നമ്പറിന്റെ HCF 11 ആണ്. ആൻഡ് ദെയർ സം ഈസ് 132. സം എത്രയാ? 132 ആണ്. അപ്പോ നമ്മൾ അവിടെ ഓർക്കേണ്ട കാര്യം, 2 നമ്പറിന്റെ റേഷ്യോ A:B അവർ HCF H ആണെങ്കിൽ സം എത്രയായിരിക്കും? A+B ഇൻറ്റു H ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സമ്മ തന്നിരിക്കുന്നത് 132. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ 2 റേഷ്യോ കൂട്ടിയിട്ട് H കൊണ്ട് ഗുണിച്ചതാണ് 132. അതിൽ H എത്രയാ തന്നിരിക്കുന്നത്? HCF എത്രയാ? 11 അല്ലേ? അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 എന്ന് കിട്ടും. അവിടെ 2 റേഷ്യോസ് കൂട്ടി കഴിഞ്ഞാൽ 12. 2 റേഷ്യോസ് കൂട്ടി കഴിഞ്ഞാൽ 12. ഏതൊക്കെ ആയിരിക്കും നമ്പേഴ്സ്? റേഷ്യോസ് കൂട്ടിയാൽ 12 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ 6 6 ആയിരിക്കണം, 6:6, അല്ലെങ്കിൽ 5:7, അല്ലെങ്കിൽ 4:8, അല്ലെങ്കിൽ 3:9, അല്ലെങ്കിൽ 2:11, ഇല്ലേ 1:11. ഓക്കെ, 2:11 അല്ല, 2:10, 1:11. ഇതൊക്കെ കൂട്ടിയാലല്ലേ 12 കിട്ടുക. ഓക്കെ, നമ്മളോട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബോത്ത് ദ നമ്പേഴ്സ് ആർ ഗ്രേറ്റർ ദാൻ 42. 2 നമ്പറും 42-ൽ കൂടുതലാണ്. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡിഫറൻസ് ആ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നിങ്ങൾ ബാക്കിയൊന്നും നോക്കണ്ട, നമുക്ക് ഡിഫറൻസ് നോക്കാം. 6ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. 5ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 അല്ലേ? അല്ലേ? HCF എത്രയാ? 11. അപ്പൊ 2 × 11 22 ഓപ്ഷനിലുണ്ട് കേട്ടോ. അടുത്ത് നോക്ക്, 4ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4. 4 × 11 44 ഉണ്ടോ? ഇല്ല, ഓപ്ഷനിലില്ല. 3ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കണ്ട, ബാക്കിയൊന്നും നോക്കണ്ട, കാരണം നമുക്ക് 22 കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ HCF 11 എന്നില്ലേ? ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒന്നെങ്കിൽ 22 അല്ലെങ്കിൽ 11 ആയിരിക്കും, വേറെ ആരും വരില്ല. അപ്പൊ 2 ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ സോൾവ് ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഈ ഗ്രേറ്റർ ദാൻ 42 എന്നൊക്കെ പറയുന്നില്ലേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒന്നുകൂടെ സോൾവ് ചെയ്യണേ, ശ്രദ്ധിച്ചോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 നമ്പറിന്റെ HCF 11 ആണ്, സമ്മ് 132 ആണെന്നാ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് എന്താ? റേഷ്യോ കൂട്ടിയ 12ഉം HCF 11. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ റേഷ്യോസ് കൂട്ടണം അല്ലെ? 6:6, അതുപോലെ 5:7, 4:8. എടാ, നിങ്ങൾ ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാരായിരിക്കും? 66. ഇതാരായിരിക്കും? 5 × 11 55. ഇതാരാ? 7 × 11 77. ഇതാരാ? 4 × 11 44. ഇതാരാ? 8 × 11 88. ഇതൊക്കെയാണ് നമ്പേഴ്സ്, ഇതൊക്കെയാണ് പോസിബിലിറ്റി. ഉറപ്പൊന്നുമില്ല, ഇതിലേതെങ്കിലും ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് എടുക്കുന്ന ഏതായിരുന്നു? 3:9 അല്ലേ? അവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? 3 × 11 33. അത് നമ്മുടെ നമ്പർ ആവൂല, കാരണം 42 ചെറുതാവണം. അപ്പൊ താഴേക്ക് നോക്കേണ്ടതാണ് അവർ പറഞ്ഞത്. ഇതിൽ ഏതോ ഒരു ഡിഫറൻസാ. 66 തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. 55 77 തമ്മിലുള്ള ഡിഫറൻസ് 22 ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 44. ഇതിൽ ആരെ ആൻസർ ഉള്ളൂ? 22 ഉള്ളൂ. അപ്പൊ അതായിരിക്കും നമ്മുടെ ആൻസർ വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ല. നമുക്ക് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ടുണ്ടാകുന്നു. സാധാരണ നമ്മൾ പഠിക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതാണ് വരാറുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. റൈറ്റ്, അടുത്തത് ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ പറയുന്നത്? 2 കോൺസ് ഹാവ് ദെയർ ഹൈറ്റ്സ് ഇൻ ദ റേഷ്യോ 4:3. 2 കോൺസ് ഉണ്ട്, അവരെ ഹൈറ്റ് എത്രയാ? 4:3 ആണ്. ആൻഡ് ദ റേഡിയൈ ഓഫ് ദെയർ ബേസസ് ഇസ് ഇൻ ദ റേഷ്യോ 1:2. ബേസിന്റെ റേഡിയസ് 1:2 ആണ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ വോളിയൂംസ്. ഓക്കെ,
നമ്മൾ വിചാരിക്കുക രണ്ട് കോൺസ് ഉണ്ട്, ഒരു കോണുണ്ട്, വേറൊരു കോണുണ്ട്. ഈ രണ്ട് കോണിന്റെയും വോളിയം റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് കോണിന്റെ വോളിയം ആണ്. വോളിയം റേഷ്യോ കണ്ടുപിടിക്കുന്ന സമയത്ത് കോണിന്റെ വോളിയം ഓർക്കണം, പഠിച്ചു വെച്ചോണേ. നിങ്ങൾ മെൻസുറേഷൻ പഠിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാന്ന് വിചാരിക്കരുത്. ഒരു ഇക്വേഷൻ ഒരു വീഡിയോ നിങ്ങൾ പഠിച്ചാൽ മതി, അപ്പൊ ഈസിയാണ്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോണിന്റെ വോളിയം ആണ്. കോണിന്റെ വോളിയം 1/3 πr²h ആണ് കേട്ടോ. 1/3 πr²h പഠിച്ചു വെച്ചോളാം. 1/3 πr²h. ഓക്കെ. അപ്പൊ ഇവന് ഹൈറ്റ് വേറെയാണ്, ഇവന്റെ റേഡിയസ് വേറെയാണ്, ഇവന്റെ ഹൈറ്റ് വേറെയാണ്, ഇവന്റെ റേഡിയസ് വേറെയാണ്. നമ്മൾ റേഷ്യോ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എടുത്താൽ മതി? ഫസ്റ്റ് വോളിയം ഡിവൈഡഡ് ബൈ സെക്കൻഡ് വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഫസ്റ്റ് വോളിയം, ഓക്കെ, ഫസ്റ്റ് വോളിയം ഡിവൈഡഡ് ബൈ സെക്കൻഡ് വോളിയം നോക്കാം. ആദ്യത്തെ വോളിയം 1/3 പൈ r²h അല്ലേ. ആദ്യത്തെ ആളെ ഹൈറ്റ് എത്രയാ? 4. ആദ്യത്തെ ആളുടെ റേഡിയസ് എത്രയാ? 1. അപ്പൊ 1/3 പൈ ഇൻറ്റു 1² ഇൻറ്റു 4. കണ്ടോ? റേഡിയസിനും ഹൈറ്റിനും പകരം 1ഉം 4ഉം കൊടുത്തു. അപ്പൊ രണ്ടാമത്തെ ആൾ എന്ത് കൊടുക്കും? 1/3 പൈ ഇൻറ്റു, അയാളെ റേഡിയസ് എത്രയാ? റേഡിയസ് 2 ആണ്, ഹൈറ്റ് 3 ആണ്. 2² ഇൻറ്റു 3. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കുക. മുകളിൽ ഇക്വേഷൻ എഴുതുക, താഴെ ഇക്വേഷൻ എഴുതുക. എഴുതുമ്പോ റേഡിയസിനും ഹൈറ്റിനും പകരം വേറെ വേറെ വാല്യൂസ് കൊടുക്കണം. എടാ മുകളിലും താഴെ 1/3 പൈ ഉണ്ട്, അതങ്ങ് ഒഴിവാക്കിക്കോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഓർത്തു വെച്ചോ, കോൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സിലിണ്ടർ ആയിക്കോട്ടെ, കോൺ ആയിക്കോട്ടെ, സിലിണ്ടർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വോളിയം റേഷ്യോ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ r1² h1 ഡിവൈഡഡ് ബൈ r2² h2 അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, r1² h1 ഡിവൈഡഡ് ബൈ r2² h2 ഈക്വൽ ടു 1 ഇൻറ്റു 4 4 ആണ്, 2 2 4 4 ഇൻറ്റു 3 4 ഇൻറ്റു 3 4 4 കട്ടാകുമ്പോൾ എന്ത് വരും? 1/3 അല്ലെങ്കിൽ 1:3. അപ്പൊ നമ്മൾ ആൻസർ 1:3 ആയിരിക്കും. ഓക്കെ, 1/3 കിട്ടി കഴിഞ്ഞാൽ 1:3 ആണ് ഉത്തരം വരിക. റൈറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ അവിടെ എന്ത് പഠിച്ചു വെച്ചാൽ മതി? ഇക്വേഷൻ വെച്ചാൽ മതി. ഓർത്തു വെച്ചോണം. എന്താ ഓർത്തു വെക്കേണ്ടത്? നമ്മുടെ കോൺ അല്ലെങ്കിൽ സിലിണ്ടർ ഇവരുടെ വോളിയം റേഷ്യോ ചോദിച്ചാൽ, റേഷ്യോ ഓഫ് വോളിയംസ് ചോദിച്ചു കഴിഞ്ഞാൽ, വോളിയം റേഷ്യോ V1/V2 ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്? ഒരാളെ റേഡിയസും അയാളെ ഹൈറ്റ് തന്നിട്ടുണ്ടാവും, അടുത്ത ആളെ റേഡിയസും അയാളെ ഹൈറ്റ് തന്നിട്ടുണ്ടാവും. അത് തമ്മിൽ എന്ത് ചെയ്താൽ മതി? എടുത്താൽ മതി. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചെയ്യാൻ പോണേ, പെട്ടെന്ന് ചെയ്യാൻ പോകണേ. ആദ്യത്തെ ആളെ റേഡിയസ് ഹൈറ്റ് എടുത്തേ, 4 1 ഹൈറ്റ് 1 റേഡിയസ് 4. രണ്ടാമത്തെ ആളെ ഹൈറ്റും റേഡിയസ് എടുത്തേ, ഹൈറ്റ് 3 റേഡിയസ് 2, റേഡിയസ് 2 ഹൈറ്റ് 3. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? 1/3 കിട്ടും, അല്ലെങ്കിൽ 1:3 കിട്ടും. കണ്ടോ? അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ കഴിയും. സിലിണ്ടറിലും കോണിലും ഇത് മറന്നു പോകാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എ ഡിസ്ഹോണസ്റ്റ് ഷോപ്കീപ്പർ പ്രോമിസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഡിസ്ഹോണസ്റ്റ് ഷോപ്കീപ്പർ എന്ന് പറഞ്ഞാൽ ആരാ? തട്ടിപ്പ് നടത്തുന്ന കച്ചവടക്കാരൻ. എന്ത് ചെയ്തു? പ്രോമിസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അതായത് നിങ്ങളുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരെ കാണുന്നുണ്ടാവും, അവർ നമ്മളോട് പറയും അരിന്റെ വില, നമ്മൾ ചില കടയിലൊക്കെ പോയിട്ട് അരിന്റെ വില കൂടുതലാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ? ഞാൻ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന അതേ വിലയ്ക്കാണ് ഞാൻ ഇവിടെ വിൽക്കുന്നത്, എനിക്കിതിൽ ലാഭമൊന്നുമില്ല. അങ്ങനെ കേട്ടിട്ടില്ലേ? അതാണ് ഈ സാധനം. എ ഡിസോണസ്റ്റ് ഷോപ്കീപ്പർ പ്രോമിസസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാല് അയാളുടെ കോസ്റ്റ്, അയാൾക്ക് എത്ര ചെലവായോ ആ പൈസക്ക് തന്നെയാണ് അയാൾ നമ്മൾ വിൽക്കുന്നത്, നമുക്ക് തരുന്നത്. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ തരികയാണ്. അയാൾ ഇതിൽ നിന്ന് ലാഭമൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടോ, however he uses a weight that actually weighs 46% less than actual weight. അതായത് ഇത് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യും? വെയിറ്റിൽ തട്ടിപ്പ് നടത്തും. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? സാധാരണ ഉപയോഗിക്കുന്ന വെയിറ്റിനേക്കാളും 46% കുറച്ച് വെയിറ്റ് അയാൾ എന്ത് ചെയ്യുന്നുള്ളൂ? ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാളെ പ്രോഫിറ്റ് പെർസെന്റ് എത്രയാണെന്ന ചോദ്യം ശ്രദ്ധിച്ചോണേ. എടാ, അയാൾക്കൊരു ചെലവുണ്ട്.
അല്ലേ? എന്നാലോ അയാൾക്ക് ഒരു എമൗണ്ട് തിരിച്ച് കിട്ടുന്നുണ്ട്, കിട്ടും. ഓക്കെ, എന്താണ് ഇവിടെ ചെലവ് നോക്കിയേ? അയാളെ കയ്യിൽ നിന്ന് പോകുന്നതാണല്ലോ ചെലവ്. അപ്പൊ ഞാൻ കടയിൽ ചെന്നിട്ട് അയാളോട് ചോദിച്ചു, ചേട്ടാ എനിക്ക് 1 കിലോ അരി വേണം, അല്ലെങ്കിൽ 100 ഗ്രാം അരി വേണം എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഓ 100 ഗ്രാം തരാം, ഞാൻ ഇതിൽ ലാഭമൊന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് 100 ഗ്രാമിന് പകരം അയാൾ എനിക്ക് എത്ര തന്നത്? 46% കുറച്ചാ തന്നത്. അപ്പൊ എത്രയേ തന്നിട്ടുള്ളൂ? 54% തന്നിട്ടുള്ളൂ. അപ്പൊ അയാളെ കയ്യിൽ നിന്ന് എത്ര പോയി? 54% പോയി. അയാൾക്ക് എന്താ തിരിച്ചു കിട്ടുന്നത്? എടാ 100 ഗ്രാമിന്റെ പൈസ അയാൾക്ക് തിരിച്ചു കിട്ടൂലേ? ഇല്ലേ? അല്ലെങ്കിൽ 100% അയാൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അയാളെ ലാഭം എന്താ? 54 ചെലവാക്കിയിട്ട് 100 തിരിച്ചു കിട്ടി. 54 ചെലവാക്കിയപ്പോ 46 അധികമായി കിട്ടി. ഇതാണ് അയാളെ ലാഭം. അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതിയടാ. കട്ട് ചെയ്ത് നോക്കിയേ, ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2300 2300/27 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും പെർസെന്റേജ് ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. ഓപ്ഷനിൽ 2300/27. ചിലപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ വരും, അന്നേരം നിങ്ങൾ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്താൽ മതി. റൈറ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അയാൾക്ക് ചെലവായത് 54 ഗ്രാമേ ഉള്ളൂ, എന്നാൽ അയാൾക്ക് 100 ഗ്രാമിന്റെ പൈസ അയാൾ വാങ്ങിച്ചു. അതായത് അയാൾക്ക് 46 ലാഭം. യെസ്, സിമ്പിൾ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ നിങ്ങൾ പാനിക് ആവാതിരുന്നാൽ മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വായിച്ചേ. ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ബൈ 85. By what percentage should its consumption be reduced such that the expenditure increases by 48% only? ഓക്കെ, നിങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിച്ചു? പെട്രോളിന്റെ വില കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പഴയ പോലെ പെട്രോൾ വാങ്ങാൻ പറ്റുമോ? ഇല്ല, ഇനി കുറച്ചേ വാങ്ങാൻ പറ്റുള്ളൂ. നമ്മളെ കയ്യിലുള്ള പൈസ വെച്ച് നോക്കുമ്പോൾ പഴയ കുറച്ചൊക്കെ ചെലവ് കൂട്ടാം. പണ്ട് 100 രൂപയ്ക്ക് വാങ്ങിയ ആളാണെങ്കിൽ ഇപ്പോൾ ഒരു 148 വാങ്ങാം, എന്നാൽ അതിൽ കൂട്ടാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞത്? വില 85% കൂടി, എന്നാ എക്സ്പെൻഡിച്ചർ എത്ര കൂട്ടാൻ പറ്റുള്ളൂ? 48% കൂട്ടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ വാങ്ങുന്ന അളവ് എത്ര കുറയ്ക്കണം എന്നാ ചോദ്യം. ഓക്കെ, അപ്പൊ വാങ്ങുന്ന അളവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസംഷൻ. നമുക്കറിയാവുന്ന ഇവിടെ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ എന്താ? എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു കൺസംഷൻ. അത് പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നുമല്ല, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഐഡിയ ആണ്. ചെലവ് എന്ന് പറയുന്നത് ഇപ്പൊ പെട്രോളിന്റെ വില 100 രൂപയാണ്. ഓക്കെ, പെട്രോളിന്റെ വില 100 രൂപ. നിങ്ങൾ 2 ലിറ്റർ വാങ്ങി, എത്ര ചെലവായി? 200 രൂപ ചെലവായി. അതാണ് ഐഡിയ. ഓക്കെ, അപ്പൊ ഈ ഐഡിയയിൽ നിന്ന് നമ്മൾ കൺസംഷൻ കണ്ടുപിടിക്കണം. കൺസംഷൻ എന്ന് പറഞ്ഞാൽ ആരാടാ? എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് അല്ലേ? നോക്കിയേ, ഈ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ് ആണ്. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഇവിടെ എത്രയാ? 48 ഇൻക്രീസ് ചെയ്യാം. എടാ 48% കൂട്ടാം എന്നാ പറഞ്ഞു, കുഴപ്പമില്ല, 48 വരെ കൂട്ടാം. ഇപ്പൊ നിങ്ങൾ ഓർത്തോളുക, 148 100% എന്നുള്ളത് എത്രയായി? 48 കൂട്ടിയ 148ആയി. ഇനി അവിടെ പെട്രോളിന്റെ എന്ത് ഇൻക്രീസ് ചെയ്തു? പ്രൈസ് 85% ഇൻക്രീസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ 100 രൂപയാണെങ്കിൽ എത്രയായി? 185ആയി. അപ്പൊ പ്രൈസിലുള്ള മാറ്റം എത്രയാ? 185 ഓക്കെ, ഇത്ര എഴുതിയിട്ട് നിങ്ങൾ ഇവനെ അങ്ങ് മയച്ച് കളഞ്ഞേക്കുക. ഈ നടുക്കുള്ള ആളിന് നമുക്ക് വേണ്ട. കൺസംഷൻ ഈക്വൽ ടു 148/185. ഇതിൽ താഴെയുള്ള ആളെയാണ് നമുക്ക് ഓൾഡ് വാല്യൂ. ഈ കൺസംഷന്റെ ഓൾഡ് വാല്യൂ ആണ് താഴെയുള്ളത്, മുകളിലുള്ളതാണ് ന്യൂ വാല്യൂ. ഓക്കെ, നോക്ക്, അപ്പൊ കുറയല്ലേ ചെയ്തത്? കൺസംഷൻ കുറഞ്ഞിട്ടുണ്ട് അല്ലേ? എത്ര കുറഞ്ഞടാ? 37ന്റെ കുറവുണ്ട്. കൺസംഷനിൽ എത്ര കുറവുണ്ട്? 37ന്റെ കുറവുണ്ട്. ചോദ്യം എന്താ? ബൈ വാട്ട് പെർസെന്റേജ് ഷുഡ് കൺസംഷൻ ബി റെഡ്യൂസ്ഡ് അല്ല, അതിന്റെ പെർസെന്റേജ് കണ്ടുപിടിക്കണം. ഇപ്പൊ 37 കുറഞ്ഞു. എവിടെന്നാ കുറഞ്ഞത്? പണ്ട് 185 വാങ്ങിയിരുന്ന ആളാണ്, ഇപ്പൊ 37 കുറഞ്ഞു. ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, നോക്കടാ, 37, യെസ്, 1/5. 1/5 ഇൻറ്റു 100 എത്രയാ? 20%. അപ്പൊ ആൻസർ എത്ര വരും? ഇല്ലേ? 20%. 20 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ അവിടെ ആകെ ഓർക്കേണ്ടതാണ് കൺസംഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ബൈ പ്രൈസ്. താഴെയുള്ള ആൾ ഓൾഡ് വാല്യൂ, മുകളിലുള്ള ആൾ ന്യൂ വാല്യൂ. അവിടെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയും. റൈറ്റ്. അടുത്ത ചോദ്യം വലിയ ചോദ്യമാണ്, ഭീകര ചോദ്യമാണ്. ഒന്ന് വായിച്ചോ. ഓക്കെ, മാൻദാർ ഹാസ് 2 grandsons, കീറ്റൻ ആൻഡ് തുഷാർ. പേരൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കേ.
കേതൻ എന്നായിരിക്കും അല്ലെ. കേതൻ ആൻഡ് തുഷാർ. 11-year-old Ketan gets some money from Manda's wealth and 12-year-old Tushar gets rest of the money. But Ketan and Tushar will get money only when they turn 22 years old. Till then, the money is in bank getting an interest of 8% compounded annually. When both turn 22, they receive same amount. How much had Mandar given Tushar initially if total money? Okay. സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു അനിയനുണ്ട്. ഓക്കെ, നിങ്ങൾ അനിയന് 11 വയസ്സാണ്, നിങ്ങൾക്ക് 12 വയസ്സാണ്. രണ്ടുപേർക്കും 22 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? പൈസ കിട്ടും. ഇപ്പൊ പൈസ തന്നൂടാ. ഇപ്പൊ പൈസ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? മിഠായി വാങ്ങിച്ച് തീർക്കും. അതുകൊണ്ട് ഉത്തരവാദിത്തം വരുന്ന പ്രായമാകുമ്പോഴേക്കും പൈസ കിട്ടിയാൽ മതി എന്ന് അപ്പൂപ്പൻ പറഞ്ഞു. എന്നിട്ട് അപ്പൂപ്പൻ എന്ത് ചെയ്തു? നിങ്ങളെ രണ്ടുപേരെയും പേരിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് അപ്പൂപ്പൻ മരിച്ചുപോയി. പക്ഷെ എങ്ങനെയാ പുള്ളി സെറ്റ് ചെയ്തെന്നറിയാമോ? ഓരോ വർഷവും 8% നിങ്ങൾക്ക് കിട്ടുന്ന പലിശ. ഓക്കെ, അങ്ങനെ 22 വയസ്സാകുമ്പോഴേക്കും രണ്ടുപേർക്കും ഒരേ തുല്യമായ തുക കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് കിട്ടിയ പൈസയാ? ഓക്കെ, തുഷാറിന് എത്ര രൂപയാണ് ഇനീഷ്യലി കൊടുത്തത്? ആകെ അപ്പൂപ്പന്റെ കയ്യിൽ 24,700 രൂപ ഉണ്ടായിരുന്നു, പെൻഷൻ കിട്ടിയ പൈസയാണ്. ഓക്കെ, കുറെ കാലത്തെ പെൻഷൻ സൂക്ഷിച്ചു വെച്ചതാ. അത് രണ്ടുപേർക്ക് പിരിച്ചു കൊടുത്തു. അതിൽ തുഷാറിന് എത്ര കിട്ടിയെന്നാണ് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണടാ. അതുകൊണ്ട് നിങ്ങൾ റേറ്റ് എത്രയാ നോക്കണം. 8% അല്ലേ? 8% എന്ന് പറഞ്ഞാൽ 8/100 ആണ്, അല്ലെങ്കിൽ 2/25 ആണ്. അതായത് 25 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം എത്ര കിട്ടും? 27 കിട്ടും. 2 രൂപ അധികം കിട്ടും. 25 കൊടുത്താൽ 2 രൂപ അധികം കിട്ടും. അപ്പൊ ഇതാണ് അവിടുത്തെ എന്ത് വരിക? റേറ്റ് വരിക. നിങ്ങൾ ഓർത്തോളൂ, ഒരു എമൗണ്ട് എന്താവും? 25 ആയിരുന്നെങ്കിൽ അത് എത്രയായി മാറും? 27 മാറും. ഇത് ഒരു വർഷത്തിലല്ലേ. 2 വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സ്ക്വയർ ആവും. 3 വർഷമാകുമ്പോൾ എന്ത് ചെയ്യും? ക്യൂബ് ആവും. 4 വർഷമാകുമ്പോൾ raised 4 ആവും. ഇതാണല്ലോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം, ഞാൻ ഇക്വേഷൻ ഒന്നും പറയുന്നില്ല. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ തുഷാറിന് ഒരു എമൗണ്ട് കിട്ടും, ടി. തുഷാറിന് എത്ര വയസ്സായി? യെസ്, തുഷാറിന് 12 വയസ്സായി അല്ലെ? തുഷാറിന് 12 വയസ്സായി. അപ്പൊ തുഷാറിന് 22 വയസ്സാവാൻ 10 വർഷം കൂടെ ഇല്ലേ? അപ്പൊ തുഷാറിന് കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യും? ആദ്യത്തെ വർഷം കുറച്ച് കൂടും, രണ്ടാമത്തെ വർഷം കൂടും, അങ്ങനെ 10 വർഷവും കൂടും. ഇതാണ് തുഷാറിന് ഫൈനലി കിട്ടുന്ന എമൗണ്ട്. ഇനി നമ്മുടെ കേതന് കിട്ടുന്ന എമൗണ്ടോ? ഇൻറ്റു അതും ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക? കൂടുക അല്ലെ? പക്ഷെ എത്ര വർഷം? കേതന് 11 വയസ്സായിട്ടല്ലേ ഉള്ളൂ. ഇനി 11 വർഷം കൂടെ കൂടും. ഓക്കെ, നിങ്ങൾ നോക്കടാ, ഇവിടെ 27/25 10 തവണ ഉണ്ട്, ഇവിടെ 27/25 11 തവണ ഉണ്ട്. അപ്പൊ ഒരെണ്ണം ഇവിടെ ബാക്കി ഉണ്ടാവും. നമുക്ക് പറയാം T = K × 27/25. അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? T/K = 27/25. ഓർ ഇവിടെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന കാര്യം T/K = 27/25. അതായത് നമ്മുടെ തുഷാറിന് 27 രൂപ കിട്ടുമെങ്കിൽ കേതന് എത്രയാ കിട്ടുക? 25 ആണ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ആരെ കിട്ടുന്ന കണ്ടുപിടിക്കേണ്ടത്? തുഷാറിന് എത്ര കിട്ടുന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? അത് 27ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ ഈ ഓപ്ഷനിൽ 27ന്റെ മൾട്ടിപ്പിൾ ആരൊക്കെയുള്ളത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർക്കുക, തുഷാറിന് 27 കിട്ടും, കേതന് 25 കിട്ടും. രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര? 27 25 കൂടെ കൂട്ടിയാൽ 52. ടോട്ടൽ 52 കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 27 കഷ്ണം തുഷാറിനും 25 കഷ്ണം ആർക്കുമാണ്? കേതനുമാണ് കിട്ടുക. പക്ഷെ ടോട്ടൽ എത്രയാ? 24,700 രൂപയുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ എവിടെ എഴുതും? ഇവിടെ എഴുതാടാ. 24,700 രൂപയുണ്ട്. അതിനെ ഞാൻ എത്ര കഷ്ണാക്കണം? 52 കഷ്ണമാക്കണം. അതിൽ തുഷാറിന് എത്ര കിട്ടുന്നല്ലേ ചോദ്യം? തുഷാറിന് 27 കഷ്ണം കിട്ടും, ഇൻറ്റു 27. ഇതാണ് ആൻസർ വരിക. എത്ര പേര് കണ്ടുപിടിച്ചാല് നോക്കാം നമുക്ക്. 247 എത്ര 52 ഉണ്ടാ? 4 52. ഓക്കെ, 452 എത്രയാ? 108 ആണ്. സോറി, 208 ആണ്. 208 കഴിഞ്ഞാൽ പിന്നെ ബാക്കി 39. 3900 ഉണ്ട്.
3900 സോറി 3900 അല്ല 390 ഉണ്ട്. അല്ല 52 ഇൻറ്റു 27 ഇൻറ്റു 128 വരും. 12825 അതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ കാൽക്കുലേഷൻ സൈഡ് നിങ്ങൾ മാക്സിമം മനസ്സിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്തത് അറിയാമോ? നോക്കിയോ, 24,700 രൂപയാണ് ഉള്ളത്. അതിനെ 52 പീസ് ആക്കിയതിൽ 27 പീസ് അത് എത്രയാന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഇവിടെ തന്നെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കണം, ഇവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല. എനിക്കിവിടെ മൾട്ടിപ്ലൈ തുടങ്ങിയപ്പോൾ 1 2 എന്ന് കിട്ടി. അവിടെ പോയി ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1 2 എന്ന് കിട്ടി. 1 2 കിട്ടുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, അത് ഡി ആണ്. അപ്പൊ അതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പൊ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കരുത്. നിങ്ങൾ ഏകദേശം ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തോണം. പിന്നെ 52 കാണുമ്പോൾ അന്നേരം തന്നെ അതിൽ 13 ഉണ്ട് എന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്കറിയാം നമ്മൾ കുറച്ച് സ്പീഡിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റിൽ പറയാ, ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ അടുത്ത ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണം, കുറച്ച് വലുതാക്കണം അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആക്കണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം. ഇനി സ്പീഡ് കൂട്ടണം എന്നാണെങ്കിൽ അതും പറയാം കേട്ടോ. ഞാൻ സ്പീഡ് കൂടുതലാണെന്ന് പറയാൻ കാരണം സാധാരണ ഫോളോ ചെയ്യുന്ന കുട്ടികളൊക്കെ അത്യാവശ്യം ബേസ് ലെവൽ വീക്ക് ആയതുകൊണ്ട് അവർ സ്പീഡ് കൂടുതലാണെന്ന് പറയാറുണ്ട്. നിങ്ങൾക്ക് അഥവാ സ്പീഡ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, സ്പീഡാക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഓവറോൾ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്. നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, വീണ്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ഷിഫ്റ്റ് നിങ്ങൾ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾ അവസ്ഥ എന്താവുമായിരുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കുക. എന്നെ കൊണ്ട് ഇതൊക്കെ സോൾവ് ചെയ്യാൻ കഴിയോ? അപ്പൊ ഈ ഒരു ലെവലിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയാണോ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതിലും താഴെയാണോ, ഞാൻ ഇതിലും മുകളിലാണോ എന്നുള്ളതൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി വെക്കുക. അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ഷിഫ്റ്റിന്റെ ക്വസ്റ്റ്യൻസുമായിട്ട് ഉടനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ചാനലിൽ തന്നെ ഇരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകാണ്ടിരിക്കുക. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.